അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 3 കപ്സ്. മൂന്ന് കപ്സ് യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് മേടിച്ചത് ഇതായിരുന്നു, സെക്കൻഡ് ഇതായിരുന്നു, പിന്നെ തേർഡാണ് ഇത് മേടിച്ചത്. കാര്യം ഇതെന്ന് പറയുമ്പോഴത്തേക്കും റെഡിമെയ്ഡ് ഐറ്റമാണ്, പക്ഷേ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം ഏതാണ് നമുക്ക് പറ്റിയതെന്നുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് ഞാൻ മേടിച്ചു, അപ്പോൾ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് പിന്നെ സെക്കൻഡ് ഇത് ഓർഡർ ചെയ്തത്. പിന്നെ ഇതിലും പ്രശ്നങ്ങൾ എനിക്ക് തോന്നി, ഐ മീൻ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് വെച്ച് വേറൊരാൾക്ക് അത് ഓക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇത് മേടിച്ചത്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഞാനിതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പാക്കേജിങ്ങിൽ അത് തന്നെ ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ഇത് ഓരോന്നായിട്ട് കാണിക്കാം, നിങ്ങൾക്ക് മേടിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ മേടിച്ചത് വി കപ്പായിരുന്നു. വി കപ്പ് ഇതൊരു നമ്മുടെ നാട്ടിലെ തന്നെയുള്ളൊരു ബ്രാൻഡാണ്, ഇവിടെ തൃശ്ശൂർ തന്നെയുള്ളതാണ്. ദേശി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നാട്ടിലെ തന്നെ സാധനം ഫസ്റ്റ് ഓർഡർ ചെയ്തത്. ഇത് മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആയെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്റ്റ് പ്രൈസ് അത്ര ഞാൻ ഓർക്കണില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും മേടിക്കുവാണെങ്കിൽ: സോപ്പ് സ്ട്രിപ്സ്, സാനിറ്റൈസർ പെൻ, കോയിൻ ടിഷ്യൂസ്, കോട്ടൺ പൗച്ച്, യൂസർ ഗൈഡ്. എനിക്ക് പക്ഷേ ഇതെല്ലാം ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ ഡെയിലി പുറത്ത് പോകുന്ന ആളല്ലാത്തത് കൊണ്ട് എനിക്കിങ്ങനെ റെഡി ടു യൂസ് സാനിറ്റൈസർ പെന്നിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പൗച്ചിനകത്ത് നമുക്ക് കപ്പ് കിട്ടും. ഇതൊരു കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാത്ത സമയത്ത് ഇതിൽ തന്നെ സൂക്ഷിക്കാം. ഇതാണ് കപ്പ് വരുന്നത്. ഓക്കെ, ഞാനിത് ഓരോന്നും കാണിച്ചിട്ട് കപ്പിനെ പറ്റി പറയാം. പിന്നെ യൂസർ ഗൈഡ് ഉണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതിലെങ്കിലും ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ തന്നെ ധാരാളം ട്യൂട്ടോറിയൽസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് സോപ്പ് സ്ട്രിപ്സ് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു സോപ്പിൻ്റെ ഓരോ സ്ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെള്ളത്തെ കാണിച്ച് നനച്ചാൽ നമുക്ക് പിന്നെ ഇത് കഴുകാനൊക്കെ ആയിട്ട് സൗകര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം എങ്ങാണ്ട് ജസ്റ്റ് ട്രയൽ നോക്കിയിട്ടേ ഉള്ളൂ. പുറത്ത് പോകുമ്പോഴൊന്നും ഇത് എടുക്കേണ്ടി വന്നിട്ടില്ല എനിക്കിതുവരെ. പക്ഷെ ട്രിപ്സൊക്കെ പോകുകയാണെങ്കിൽ ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കോയിൻ ടിഷ്യൂ, ഇത് ടിഷ്യൂ ആണ്. ഇത് തുറന്നെടുക്കുകയാണെങ്കിൽ വലിയ നമ്മുടെ സാധാ ടിഷ്യൂ പേപ്പറായിട്ട് വരും. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ പെൻ, വെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും സംഭവം. ഇത് ഞാൻ മേടിച്ചപ്പോഴത്തേക്കും ഇത് ഞാൻ 1 ഇയറോളം ഈ സാധനം മേടിച്ചിട്ട് ഫസ്റ്റ് മേടിച്ച ഇതാണ് 1 ഇയറോളം വെച്ചിരുന്നു കേട്ടോ. കാര്യം എനിക്ക് പേടിയായിരുന്നു ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെ മാർക്കിംഗ് കൊണ്ട് 8 ml, 16 ml. പിന്നെ ഇത് കുറച്ച് റിജിഡാണ്, അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലെക്സിബിൾ അല്ല സംഭവം. ഇത് ഇൻസേർട്ട് ചെയ്യാനും ഒക്കെ മടിയായിരുന്നു. പിന്നെ ഇത് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമുക്ക് ഈ ലെങ്ത്ത് എത്ര ഉണ്ടാവും, പലർക്കും പല ലെങ്ത് ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള. അപ്പോൾ അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫിംഗർ വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടൊരു ഇട്ട് നമ്മുടെ നോസ് ടിപ്പ് പോലെ ഒരു ഭാഗം ടച്ച് ചെയ്യും. അതുവരെയാണ് നമ്മുടെ ഈ സെർവിക്സിൻ്റെ ലെങ്ത് എന്നാണ് പറയുക. അപ്പോൾ അത് ഫിംഗർ വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ ഇത് മേടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ അതൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഇത് മേടിച്ചു. ഞാൻ ഈ 3 കപ്പും പരിചയപ്പെടുത്തിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനൊക്കെ പറ്റി പറയാം. ഇത് ഞാനിപ്പം ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോഴും എന്താണ് എൻ്റെ കപ്പ് കയ്യിൽ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കപ്പ് കയ്യിലില്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ഊരാനായിട്ടൊരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിയും കംഫർട്ടബിളായിട്ടുള്ള കപ്പിൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ഒരു സെക്കൻഡ് ചോയ്സായിട്ട് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് കപ്പ് ഇതായിരുന്നു, വാവ് കപ്പ്. വാവ് കപ്പ് ഒരുപാട് റിവ്യൂസ് ഉണ്ട് ആമസോണിലൊക്കെ. ഞാൻ മേടിച്ചത് M സൈസാണ്. M സൈസ് എനിക്ക് തോന്നുന്നു അതെ, മീഡിയം, ലാർജ്. ഓക്കെ, 2 സൈസേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ്, ഏത് ഏജ്. എബൌട്ട് 30 years ആണെങ്കിൽ ലാർജ്, പോസ്റ്റ് ചൈൽഡ് ബർത്ത്, ടോൾ, ലാർജ് ബോഡി ടൈപ്പൊക്കെ ആണെങ്കിൽ ലാർജ്
സൈസ് മേടിക്കുക. മീഡിയം സൈസ്, പെറ്റൈറ്റ്, സ്മോൾ ആൻഡ് മീഡിയം ബോഡി ടൈപ്സ് ബിലോ 30 years of age, പ്രീ ചൈൽഡ് ബർത്ത്, അതൊക്കെ ഉള്ളവർക്കാണ്. ഇത് ഞാൻ കുറച്ച് നാൾ നല്ലപോലെ യൂസ് ചെയ്തതാണ്. എനിക്കിത് കുറച്ച് പിന്നെ ലീക്കേജ് പോലത്തെ ഇഷ്യൂസൊക്കെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ വേറെ മേടിക്കാമെന്ന് വെച്ചത്. ഇത് ഇറ്റ് കംസ് വിത്ത് ഒരു ക്ലെൻസിങ് ഫോമിങ് വാഷ്, ഒരു നമ്മുടെ ഹാൻഡ് വാഷൊക്കെ പോലെയല്ലേ, അതുപോലത്തെ ഒരു ഐറ്റം. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഫോം വരും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. തീരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഹാൻഡ് വാഷ് ഇതിൽ ഫില്ല് ചെയ്ത് നമുക്കിത് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ വെക്കാവുന്നതാണ് പുറത്തൊക്കെ പോകുമ്പോൾ. കപ്പ് വരുന്നത് ഒരു പൗച്ചിലാണ്. ഇതാണ് ഈ വാവ് കപ്പ്. ആക്ച്വലി ഈ വാവ് കപ്പ് ഇതിൻ്റെ കൂടെ ഒരു ടെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. കാര്യം തിരിച്ച് എടുക്കാൻ നേരം നമുക്ക് ആ ടെയിലിൽ പിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ച് ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഗ്രൂസ് പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് ഇവിടെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ടെയിലിൻ്റെ ആവശ്യം തോന്നിയില്ല, ടെയിലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി. അതിങ്ങനെ എനിക്ക് പുറത്തോട്ട് പോക്ക് ചെയ്യുന്ന പോലെയും തോന്നിയായിരുന്നു. ഇത് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആൻഡ് സോഫ്റ്റാണ്. അപ്പം ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ നല്ലതാണ്. കാര്യം ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഷേപ്പ് ഇങ്ങനെ ആകാണ്ടിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പിന്നെ ഇടയ്ക്ക് വെച്ച് മാറ്റാൻ കാര്യം എനിക്ക് ഇടയ്ക്ക് ലീക്കേജ് ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. ഐ മീൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ചിലപ്പോൾ ലീക്കേജ് പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ഇത് വേറെ ഓപ്റ്റ് ചെയ്യാമെന്നുള്ളത്. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തേ. പ്രൈസ് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ 475 ആണെന്ന് തോന്നുന്നു എല്ലാം. 475. അപ്പോൾ ഇതാണ് സെക്കൻഡ് കപ്പ്. ഇത് ഞാനിപ്പോൾ ആ ലീക്കേജ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. വി കപ്പ് മേടിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കപ്പ് യൂസ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. കാര്യം ഇത് അത്രയ്ക്ക് സോഫ്റ്റുമാണ്. പെട്ടെന്ന് നല്ലപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തതും എനിക്ക് കപ്പ് ആ ഒരു കംഫർട്ട് മനസ്സിലായതും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കപ്പാണ് എവർ കപ്പ്. ഇത് എനിക്ക് UAE തന്നെയാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ UAEയിലുള്ളവരാണെങ്കിൽ ഞാൻ പുള്ളിക്കാരിയുടെ കോൺടാക്റ്റ് തരാം. ഇത് ഇങ്ങനൊരു ബോക്സിലാണ് വരിക. പിന്നെ അകത്ത് ഇങ്ങനെയൊരു പൗച്ച്. പക്ഷെ ഞാൻ ഈ കപ്പ് എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ പൗച്ചിൽ ഇട്ട് വെക്കലാണ് പതിവ്. ഞാനിങ്ങനെ ബോക്സിലൊന്നും ആക്കി വെക്കാറില്ല. ഇതാണ് സംഭവം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കപ്പ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വാവ് കപ്പ് യൂസ് ചെയ്തപ്പോൾ ലീക്കേജ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സൈസ് കൂടുതൽ വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇത് L സൈസാണ് മേടിച്ചിരിക്കുന്നത്. L സൈസ്. പലരും പല ഫോൾഡ് യൂസ് ചെയ്യുന്നവരുണ്ട് ഉള്ളിലോട്ട് വെക്കാനായിട്ട്. ഇങ്ങനൊരു ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അകത്തെത്തുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിക്കോളും. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഇൻ പ്ലേസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സെക്ഷൻ ക്രിയേറ്റ് ആയിക്കോളും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വിം ചെയ്യുന്നതിനോ ഉറങ്ങിയാലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വേറൊരു ഫോൾഡ്, ഇതൊരു C ഷേപ്ഡ് ഫോൾഡ് എന്ന് പറയും. ഇങ്ങനെ ചെയ്തിട്ടും ഇൻസേർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോൾഡ് ഇതാണ്. ഇങ്ങനെ പ്രസ് ഡൗൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഉള്ളിലോട്ട് വെക്കുമ്പോഴത്തേക്കും ചെല്ലുമ്പോഴത്തേക്കും അതങ്ങ് ഓപ്പൺ ആയിക്കോളും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി, അത് നല്ലപോലെ ഇരുന്നോളും. ഇത് പിന്നെ നമുക്ക് 12 hours കഴിഞ്ഞ് മാറ്റേണ്ട ആവശ്യമുള്ളൂ. 12 hours ആയാലും ഹാഫ് പോലും ഫില്ലായിട്ടുണ്ടാവില്ല.
12 അവേഴ്സ് വരെ യൂസ് ചെയ്യുന്നത് ദോഷമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആക്ച്വലി എയർ എക്സ്പോസ്ഡ് ആവുന്ന ബ്ലഡാണ് നമുക്ക് ശരിക്കും ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഈ കപ്പ് ഉള്ളിലായതുകൊണ്ട് ആ ബ്ലഡിന് പുറത്ത് എയറുമായിട്ട് കോൺടാക്റ്റ് വരുന്നില്ല, അങ്ങനെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 12 അവേഴ്സ് വരെ ഓക്കെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ പാഡ് ആകുമ്പോഴത്തേക്കും അത് ഓൾറെഡി പുറത്ത് വരുമ്പോൾ തന്നെ എയർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 to 4 അവേഴ്സിനുള്ളിൽ തന്നെ അത് മാറ്റണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. വേണ്ടിയിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് പതുക്കെ നമുക്ക് പുറത്തോട്ട് ഗ്രാജുവലി പതുക്കെ വലിച്ചെടുക്കുക ചെയ്യുക. കാര്യം സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഈ സക്ഷൻ വിടണം സംഭവം. അപ്പോൾ സക്ഷൻ വിട്ട് കഴിഞ്ഞാൽ അത് മെല്ലെ ഊരിപ്പോന്നോളും. താഴെ സ്പില്ലാകുമോ ഒന്നും ചെയ്യില്ല. നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുമ്പോൾ കാര്യം അതിനു വേണ്ടിയേ ഉണ്ടാവുള്ളൂ എമൗണ്ട് ഇതിനകത്ത്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ താഴോട്ട് എടുക്കുമ്പോഴത്തേക്കും ഇത് താഴെ പോകും. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പൊസിഷനിൽ ഇരുന്നിട്ടും ചെയ്യുന്നവരുണ്ട്. സ്ക്വാറ്റിംഗ് പൊസിഷൻ, പിന്നെ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ നിന്നിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ളത്, അവരവർക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ളത് നമ്മൾ ആ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക, അത് ചെയ്യുക. കാര്യം ഏതൊരു പുതിയ സാധനവും നമ്മൾ യൂസ് ടു ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളിത് യൂസ് ചെയ്ത് കംഫർട്ടബിളാണ്. ചിലപ്പം ഈ ഒരു കപ്പ് നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കപ്പായിരിക്കാം നിങ്ങൾക്ക് പറ്റുന്നത്. അപ്പോൾ 1-2 കപ്പ് ചിലപ്പം മേടിക്കേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്ക് റിസർച്ച് കുറേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കപ്പാണ് നിങ്ങൾക്ക് പറ്റിയത് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ സൈസ് ചാർട്ട് ഒക്കെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു കപ്പ് മേടിക്കാം. ഇപ്പോൾ എനിക്ക് തന്നെ ഇതിപ്പം ഈ ബ്രാൻഡിൻ്റെ എല്ലാണ് മേടിച്ചത്. പക്ഷേ എനിക്കിപ്പം യൂസ് ചെയ്യുമ്പം തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ മതിയായിരുന്നു എന്ന് തോന്നലുണ്ട്. പക്ഷേ എല്ലാം ഈസ് ഓൾസോ ഫൈൻ. കാര്യം എനിക്കിത് റിമൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഈ വാവ് കപ്പായിരുന്നെങ്കിൽ നല്ല ഈസിയായിരുന്നു, റിമൂവലും ഇൻസർഷനും എല്ലാം ഈസിയാണ്. അപ്പോൾ ഇത് എല്ലാം ആയതുകൊണ്ടാണ് വിചാരിക്കുന്നത്. ഇനി പക്ഷേ ഇത് തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി യൂസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ലീക്കേജ് ഇഷ്യൂസ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ഫുള്ളായിട്ട് കറക്റ്റായിട്ടാണ് ഫിറ്റ് ആയിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പ് ഉള്ളിലുള്ള കാര്യം തന്നെ നമ്മൾ അറിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഇടയിലുള്ള എല്ലാ ലേഡീസിനും ഷെയർ ചെയ്യാം കേട്ടോ.